നിങ്ങൾ ഈ പുരുഷന്മാര് അറിഞ്ഞും കണ്ടും വല്ല കാര്യം ചെയ്യാൻ അറിഞ്ഞും കണ്ടും വല്ല കാര്യം ചെയ്യാറുണ്ടോന്ന് ഇപ്പൊ തന്നെ 2 വട്ടം പറഞ്ഞു. വെറുതെ ആരോപിക്കാൻ വേണ്ടി ആരോപണങ്ങൾ പറയരുത്. ഇലക്ഷൻ സമയമാണ്. വല്ല തെളിവുണ്ടെങ്കിൽ തെളിവ് സഹിതം കാര്യം പറഞ്ഞു. ഇന്നലെ എന്റെ ഈ കൈ മുറിഞ്ഞ് താങ്കൾ കണ്ടതാണ്. ഇന്നലെ താങ്കളുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ കൈ മുറിഞ്ഞത്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ അവിടെ വന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ഇതൊന്ന് അരിഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നവരെ ആ ഫോൺ തോണ്ടിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കല്ലായിരുന്നോ? അതല്ലാണ്ട് അയ്യോ പാവം കൈ മുറിഞ്ഞതല്ലേ ഒന്ന് വന്ന് സഹായിക്കാൻ നോക്കി രാവിലെ നീ വന്നാ അയ്യോ പാവം ആ വാക്ക് പിൻവലിക്കണം. കാരണം ഈ അയ്യോ പാവമാണ് ഇന്നലെ ഞാൻ കൂട്ടം മരിച്ചാണ് എന്റെ മുതുകിലിട്ട് ഇടിച്ചത്. എന്റെ ബാൻഡേന്റെ പാടെ എന്റെ മുതുകിലുണ്ട്, വേണം ഞാൻ പൊക്കി കാണിച്ചു തരാം. അല്ല, നിന്റെ പ്രശ്നം ഇപ്പൊ എന്താണ്? ഞാൻ സഹായിക്കാത്തതാണോ അതോ ഞാൻ അറിഞ്ഞും കണ്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്? ഓപ്ഷൻ 2. ഓ, അതായത് ഞാൻ അറിഞ്ഞും കണ്ട് ഒന്നും ചെയ്യുന്നില്ല അല്ലേ? ഇത് മാത്രമല്ല ഇനിയും പറയാനുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോ ഞാൻ വിചാരിച്ചേ എന്ത് പഴയതിലോട്ട് പോവാത്തേന്ന്. ആ പെട്ടി എപ്പോ തുറക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇല്ല പറ വേണ്ട. എന്തായാലും കുറച്ച് കഴിഞ്ഞ് വീടിന്റെ അവിടെ ഇവിടെയും പോയി വോളിയം കുറച്ചിത് പറയും, ഞാൻ കേൾക്കേണ്ടി വരും. അതിലും ഇപ്പോഴേ കേൾക്കാം. പറയട്ടെ. പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഷോപ്പിങ്ങിന് പോയി. എന്റെ 2 കയ്യിലും സാധനങ്ങളായിട്ട് ഞാൻ കാറിനടുത്തേക്ക് വന്നു. കാറ് തുറക്കണം, 2 കയ്യിലും സാധനങ്ങളാണ്. എങ്ങനെ തുറക്കും? പറ്റില്ല. അതാണല്ലോ ഞാൻ ഡോറ് തുറന്ന് നീ അകത്തേക്ക് കയറിയത്. എപ്പോഴാണ് നീ ഡോറ് തുറന്നു? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടാ നീ ആ ഡോറും തുറന്നത്? അല്ലാണ്ട് അറിഞ്ഞും കണ്ടു വണ്ടി ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുക. ഞാൻ ഫോക്കസിൽ ഇങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നു. വിട്. അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ ഹോട്ടലിൽ കയറി. എനിക്ക് ബീഫ് ഇഷ്ടമല്ലാന്ന് നിനക്ക് 100 തവണ അറിയാം. എന്നിട്ടും എന്തിനായി ബീഫ് തന്നെ ഓർഡർ ചെയ്തോണ്ടിരിക്കുന്നത്? എനിക്ക് കഴിക്കണ്ടേ? 2 പേര് 2 കട ഓർഡർ ചെയ്ത് ഞാൻ എത്ര രൂപയാവും? അറിഞ്ഞും കണ്ട് കാശൊക്കെ ഒന്ന് ചെലവാക്കൂടെ? ചെലവിനെ കുറിച്ചൊക്കെ എന്തൊരു ചിന്ത. ഈ കുക്കർ എങ്ങാനും ഞാൻ ഇവിടെ വെച്ചിട്ട് ഒന്ന് കുടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഞാൻ വിളിച്ചു വേണം റോഹ അതൊന്ന് ഓഫ് ചെയ്യും. അല്ലാണ്ട് എന്തെങ്കിലും നീ ഓഫ് ചെയ്തിട്ടുണ്ടോ? നിനക്ക് ഈ കുളിക്കാൻ കയറുമ്പോ സ്റ്റൗവിൽ കുക്കർ വയ്ക്കുന്ന എന്തിനാണ്? നീ വിസിൽ കേട്ടാണോ കുളിക്കുന്നത്? ഇപ്പൊ ഞാൻ കുക്കർ വെച്ചിട്ട് കുളിക്കാൻ പോകുന്നതാണ് പ്രശ്നം. അല്ലാണ്ട് നീ അറിഞ്ഞും കണ്ട ഒരു കാര്യം ചെയ്യുന്നതല്ല. ഇവിടെ ക്രിസ്മസ് ആവാറായി. ഇനി വീട്ടിലേക്ക് കേക്ക് കൊണ്ടുപോകും. കേക്ക് ഞാൻ പറയുന്ന കേക്ക്. വെയിറ്റ്. ദാ കേക്ക്. അതിഥി മാർവലിന്റെ പ്രീമിയം പ്ലം കേക്ക്. നമുക്കിനി ക്രിസ്മസിന് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാം, ഓഫീസ് സെലിബ്രേഷൻ കൊണ്ടുപോകാം. സാധാരണ കേക്ക് പോലും നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഇവർക്ക് നല്ല സൂപ്പർ പ്ലം കേക്ക് ഉണ്ട്, ചോക്കോ ബ്രൗണി ഉണ്ട്, പിന്നെ പുഡിംഗ് കേക്ക്സ് വേറെ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. എന്തിനാണ് ഇത്രയും വാങ്ങിച്ചത്? ഒരുപാട് പൈസ ആയില്ലേ? കുടുംബത്തിൽ ഒരുപാട് പേരില്ലേ കൊണ്ടുപോയി കൊടുക്കാൻ. നീ ഇപ്പോഴും അറിഞ്ഞും കണ്ട ഒരു കാര്യം ചെയ്തില്ല. ഇത്രയും പ്ലം കേക്ക് ഇവിടെ മേടിച്ചിട്ട് എനിക്കിത് വരെങ്കിലും ഒരു കഴിക്കും. ഹാപ്പി ക്രിസ്മസ്.